പിണറായി സർക്കാരിനെ തീർക്കാൻ ആരുടെ അച്ചാരം വാങ്ങി പണി തുടങ്ങിയോ അവർക്ക് തന്നെ തിരിച്ചടിയായി അൻവറിൻ്റെ ഒടുവിലത്തെ നിലപാട്. എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥിയായി കളം നിറഞ്ഞു തുടങ്ങിയതോടെ അങ്കലാപ്പിലായ UDF നേതാക്കളുടെ സംയമനം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. സ്വരാജിനെ ഇറക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ സ്വരാജിനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രം. അൻവറിൻ്റെയും സതീശൻ്റെയും ഗ്വാഗ്വാ വിളികൾക്കിടയിൽ സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ലെന്ന് അൻവർ. മുസ്ലിം ലീഗും ഷൗക്കത്തും ഒരുപോലെ പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും അൻവറിനെ എത്തിക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ സതീശൻ എന്നെ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചു, പിന്നിൽ ഗൂഢശക്തികൾ എന്നൊക്കെ തിരിച്ചടിച്ച് തിരിഞ്ഞു നടന്നു അൻവർ. ഇനി UDFിലേക്ക് തിരിച്ചു പോകില്ല, മത്സരിക്കാനുമില്ല. പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് MLA സ്ഥാനം രാജിവെപ്പിച്ച് ഒടുവിൽ ഉടുമുണ്ടൂരി പാതി വഴിയിൽ നിർത്തി ചെളിവാരി എറിഞ്ഞ് മുഖത്ത് കാലുകൊണ്ട് ചവിട്ടിയ സതീശന്മാർ ഇപ്പോൾ കൈവിട്ടോ അൻവറിനെ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു അനാവശ്യ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയവർക്ക് നിലമ്പൂരിലെ പ്രബുദ്ധ വോട്ടർമാർ മറുപടി നൽകുമോ? ഈ പ്രഖ്യാപനത്തോടെ അവസരവാദികൾക്ക് ഇനി നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പടനിലങ്ങളിൽ സ്ഥാനമില്ല എന്ന് നിലമ്പൂർ വിധിയെഴുതുമോ? ഇടനിലക്കാരുടെ ലേലം വിളി രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇനി വികസനത്തിൻ്റെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയമോ നിലമ്പൂരിൽ? രാഷ്ട്രീയ കളികൾ ഇതോടെ അവിടെ അവസാനിക്കുമോ? സ്വരാജ് പടർത്തിയ തീ നിലമ്പൂരിൽ ഒതുങ്ങുന്നില്ല. ചർച്ചകളിലൂടെ ചാനൽ ഫ്ലോറുകളിലും തീ പടരുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM-ന് വേണ്ടി അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് PM നിയാസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ A. സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജിലേക്ക് പോവുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, നമുക്കറിയാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത് എന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ച അൻവർ ഇന്നത്തോടെ എന്താണ് പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ കണ്ടു. ഈ അൻവറിസം ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വോട്ടിടൽ നടക്കുന്ന ദിവസത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ, നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള തീയതി പോലും ആകുന്നതിന് മുൻപ് തന്നെ ആ അൻവർ തന്നെ അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? അൻവർ ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു എന്ന് കണക്കാക്കാം. അൻവറിൻ്റെ നമ്മൾ പറയുന്നതല്ല, ഈ ചരമക്കുറിപ്പ് എന്നൊക്കെ പറയുകയല്ലേ, ഒരു 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 നമ്മുടെ ലിറ്റററി ഒരു പ്രയോഗമായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പറയാവുന്ന തരത്തിലേക്ക് അത് അദ്ദേഹം തന്നെയാണ് ആ കുറിപ്പ് എഴുതിയത് എന്നതാണ്. സങ്കടകരമാണ്. ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഞാണിന്മേൽ കളി കളിച്ച് കളത്തിൽ നിന്ന് പുറത്താവുന്ന ഒരാളേ ഉള്ളൂ. സമകാലിക കേരള രാഷ്ട്രീയത്തിൽ നമുക്കൊക്കെ അറിയാം. എങ്ങും ഗതി കിട്ടാതെ അവസാനം BJPയിൽ ഒതുങ്ങിച്ചേർന്ന ആൾ. ഇതുപോലെയാണ് രണ്ട് കക്ഷികളെയും. ആദ്യം KM മാണിയുടെ കൂടെ നിന്നു. അദ്ദേഹം PC ജോർജിൻ്റെ കാര്യമാണില്ലേ ഞാനീ പറയുന്നത്. വെല്ലുവിളിച്ച് PJ ജോസഫിൻ്റെ കൂടെ നിന്നു. ജോസഫിനെ കളിപ്പിച്ചു. KM മാണിയുടെ പോയി KM മാണിയെ വെല്ലുവിളിച്ചു. UDFിനെ വെല്ലുവിളിച്ചു. UDF നേതാക്കളെ വെല്ലുവിളിച്ചു. അവസാനം BJPയിൽ അഭയം തേടിയിരിക്കുകയാണ്. രണ്ട് കക്ഷികൾക്കും വേണ്ട, രണ്ട് മുന്നണികൾക്കും വേണ്ട ജോർജിനെ. അതുതന്നെയാണ് നമ്മുടെ ബഹുമാന്യനായ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിലെ, ഈ ഉപതെരഞ്ഞെടുപ്പിലെ കേന്ദ്ര കഥാപാത്രമായ PV അൻവറിനും പറ്റിയിരിക്കുന്നത്. അൻവർ ആദ്യം ഇടതുപക്ഷ മുന്നണിയെ വെല്ലുവിളിച്ചു, പിണറായി വിജയനെ വെല്ലുവിളിച്ചു, ADGPയെ വെല്ലുവിളിച്ചു. അങ്ങനെ സകല ശക്തികളെയും സകല കേന്ദ്രങ്ങളെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ വെല്ലുവിളിച്ചു. അവസാനം അദ്ദേഹം കളത്തിന് പുറത്തായി. MLA സ്ഥാനം രാജിവെച്ചു. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ആഘോഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി കയറാം. അപ്പോൾ VD സതീശനോട് കഴിഞ്ഞ മാസം കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ നിയമസഭയിലെ ഒരു ഭയങ്കര അടിയന്തര പ്രമേയം, അഴിമതി പ്രമേയം കൊണ്ടുവന്നത്. സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതേ ആളാണ് അൻവർ സ്ഥാനാർത്ഥിയായിട്ട് അൻവർ ഘടകകക്ഷിയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം കോൺഗ്രസും അടിച്ച് പുറത്താക്കി. ഇന്നിപ്പോൾ എങ്ങുമില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് കേട്ടാൽ നമുക്ക് പോലും കരച്ചിൽ വരും. അതേപോലെയായി. അതാണ്
ഇപ്പോഴത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടേക്കാണ്, ആ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായിട്ട് അവതരിച്ചതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ CPM വളരെ ശക്തമായി ഒരു ശക്തനായ കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് M സ്വരാജിനെ അവതരിപ്പിച്ചിരിക്കുന്നു. തീപാർന്ന പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. വളരെ വളരെ ശക്തമായ, വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ സ്വരാജിന് കിട്ടിയിരിക്കുന്നത്. അത് ഗംഭീരമായൊരു യാത്ര, അതൊരു വലിയ തുടക്കമാണ്. തീർച്ചയായിട്ടും ഇടതുമുന്നണിക്ക് കിട്ടാവുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. ഒപ്പം ഷൗക്കത്തും തീർച്ചയായിട്ടും നല്ലൊരു പോരാട്ടത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, നല്ലൊരു രാഷ്ട്രീയ മത്സരത്തിന് കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ എന്ന് വേണം പറയാൻ. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഒരു ചോദ്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്ന സൂചനകൾ അനുസരിച്ച് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് മനസ്സിലാകുന്നത്. അൻവറിന് മത്സരിക്കാൻ താല്പര്യമില്ലെങ്കിലും അൻവറിനൊപ്പം ഇപ്പോൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ടുണ്ട്, അവർക്കും നിന്ന് പോകണം. മാത്രമല്ല അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില തീരുമാനങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ മത്സരിച്ചേക്കുമോ എന്നുള്ള ഒരു സൂചന അൻവറിനൊപ്പമുള്ളവർ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ മത്സരം എന്ത് തരത്തിലുള്ള ഒരു മത്സരമായിരിക്കും നിലമ്പൂരിൽ കാഴ്ചവെക്കുക? അതൊന്ന്. രണ്ട്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചൊരു തീപാർന്ന പോരാട്ടത്തിലേക്ക് സ്വരാജ് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഇന്നലെ മുതൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിലമ്പൂർ മത്സരം എങ്ങനെ കാണണം ഉപതെരഞ്ഞെടുപ്പിനെ? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അൻവർ വിചാരിക്കുന്നുണ്ടാവാം, അൻവർ സ്വയം ഊതി വീർപ്പിച്ച് ഒരു വലിയ ബലൂണായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ ആകാശത്തിലൊക്കെ ഹൈഡ്രജൻ ബലൂണുകളൊക്കെ പറപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതേമാതിരി സ്വയം ഊതി വീർപ്പിച്ചൊരു വലിയ ബലൂണായിട്ട് നിലമ്പൂരിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കേരള നിയമസഭയ്ക്കകത്ത് അംഗമായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ അദ്ദേഹത്തിന് വ്യക്തമായൊരു പങ്ക് വഹിക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് മുന്നണി ഇല്ലെങ്കിലും അവിടെ നിന്നിട്ട് ഒരു പക്ഷേ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാനായിരിക്കും അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ, കേരളത്തിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ ലാലെ. രണ്ട് മുന്നണികൾ, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും, രണ്ട് ശക്തി ദുർഗങ്ങളായിട്ട് നിലകൊള്ളുന്നു. അതിനിടയ്ക്ക് BJPക്ക് പോലും ഇവിടെ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴത്തെ നിയമസഭയിൽ ഒരൊറ്റ ആൾ പോലും BJPക്ക് പ്രതിനിധീകരിക്കാൻ, BJPയെ പ്രതിനിധീകരിക്കാൻ, NDAയെ പ്രതിനിധീകരിക്കാൻ കേരള നിയമസഭയിൽ ഇല്ല എന്നോർക്കണം. ആ ഒരു സാഹചര്യം, രണ്ട് ശക്തികൾ അങ്ങപ്പുറത്തും ഇങ്ങപ്പുറത്തും നിന്ന് തുല്യ ശക്തികളായിട്ട് പോരാടുമ്പോൾ അവിടെ മൂന്നാമതൊരു ശക്തിക്ക് യാതൊരു പ്രസക്തിയുമില്ല. കേരളത്തിലെ ജനങ്ങൾ, സാക്ഷരരായ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. എന്തിനാണ് എൻ്റെ വോട്ട് വെറുതെ പാഴാക്കുന്നത്? എനിക്ക് തോന്നുന്നു അവിടെയും അതുതന്നെയായിരിക്കും സ്ഥിതി. നിലമ്പൂരിലെ സ്ഥിതി ഇതുതന്നെയായിരിക്കും. ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ M സ്വരാജ് മത്സരിക്കുന്നു, മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുന്നു. ഇതിനിടയ്ക്കൊരു മൂന്നാം സ്ഥാനാർത്ഥിയോ നാലാം സ്ഥാനാർത്ഥിയോ നിന്നാൽ യാതൊരു പ്രസക്തിയുമില്ലാതാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ക്ഷമിക്കണം, ഈ ആര്യാടൻ ഷൗക്കത്തും ഒപ്പം M സ്വരാജും, ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു തീപാർന്ന പോരാട്ടം എന്നുള്ളതാണല്ലോ എല്ലാവരും കൗതുകത്തോടു കൂടി ഉറ്റുനോക്കുന്നത്, ശ്രീ ജേക്കബ് ജോർജ്. അപ്പോൾ അതിനകത്ത് M സ്വരാജ് തികച്ചും CPMൻ്റെ പരമോന്നതനായ നേതാവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, മുൻ MLA ആണ്. പലതരത്തിലിപ്പോൾ UDFൻ്റെ നേതാക്കൾ തന്നെ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പറയുന്നുമുണ്ട്. അങ്ങനെയുള്ള M സ്വരാജും ഇപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത്, അദ്ദേഹം ഏത് തരത്തിലാണ് ഇത്രയും കാലം രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. ഇവർ തമ്മിലാണിപ്പോൾ പോരാട്ടം നടക്കുന്നത് മുഖ്യമായി എന്ന് പറയുമ്പോൾ അത് ആ ഒരു രണ്ട് പേർ തമ്മിലുള്ള മത്സരത്തെ എങ്ങനെ കാണേണ്ടി വരും? ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ താങ്കൾ പറഞ്ഞാൽ. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ട് തുല്യ ശക്തികളാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും പിന്നിലുള്ളത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ സ്വരാജിന് വലിയ ശക്തിയുണ്ട്. വ്യക്തിപരമായിട്ട് അദ്ദേഹം കരുത്തനായ ഒരു നേതാവാണ്.
അതിന് അടിത്തറ പാകിയിരിക്കുന്നത് SFI, യുവജന സംഘടന DYFI, അതിലൂടെ വളർന്നു വന്ന് CPMൻ്റെ കേരളത്തിലെ പരമാധികാര എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക ബോഡിയായ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അദ്ദേഹം തിരുവനന്തപുരത്താണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ ഭാവി മുന്നിൽ കാണാൻ നമുക്ക് എഴുതി ചേർക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, നന്നായിട്ട് പ്രസംഗിക്കാൻ ശേഷിയുള്ളയാൾ, ഉറക്കെ സംസാരിക്കാൻ ശേഷിയുള്ളയാൾ, ഏതാളിനോടും കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച് ഏതാളെയും ഏത് നേതാവിനെയും ഏത് ശത്രു പാർട്ടികളിലെ ഏത് പ്രഗത്ഭനെയും മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണ് M. സ്വരാജ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അങ്ങപ്പുറത്ത് ഷൗക്കത്ത് അവിടെ നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. അവിടെ മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായിട്ടുണ്ട്. വളരെ സെക്കുലറായ മതേതര നിലപാടിൽ അടിയുറച്ചു നിൽക്കുന്ന പിതാവ് ആര്യാടൻ മുഹമ്മദിനെ പോലെ ശക്തമായ സെക്കുലർ നിലപാടുകളുള്ള ആര്യാടൻ ഷൗക്കത്ത് അന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ. ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിൻ്റെ അത്രയും ഒരു വാശി, ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും ഷൗക്കത്ത് മകൻ ആര്യാടനില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശക്തമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഉന്നതരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് വിശേഷാൽ ചൂണ്ടിക്കാട്ടിക്കാൻ ഉള്ളത്. ശരി ജേക്കബ് ജോർജ്, ഞാൻ വരാം. പക്ഷേ അതിൽ അവസാനം പറഞ്ഞ ചില പോയിന്റുകൾ ഒന്നുകൂടി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരും. ശ്രീ ജേക്കബ് ജോർജ് അടുത്ത റൗണ്ടിൽ അതിനെ എങ്ങനെ കാണും എന്നുള്ളതും കൗതുകകരമാണ്. അതിലൊന്ന്, ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് പഴയതുപോലെ ഇല്ലാത്ത ആര്യാടൻ ഷൗക്കത്ത്, M. സ്വരാജ് എന്ന ഇപ്പോൾ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലമ്പൂരിൽ കൊണ്ടുവന്ന തീയായി നിൽക്കുന്ന സ്വരാജ് എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജ് എങ്ങനെയാണ് ഇത് രണ്ടുപേരും തുല്യശക്തികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏതർത്ഥത്തിൽ? ഒന്ന്, അത് LDF UDF തുല്യശക്തികൾ ഞാൻ ഏതാണ്ട് അത് അംഗീകരിക്കുമ്പോൾ തന്നെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ആര്യാടൻ മുഹമ്മദിൻ്റെ സെക്കുലർ സ്പേസ് ഉള്ള സെക്കുലർ ഇമേജ് ഒരുപക്ഷെ അതിനേക്കാൾ തീവ്രമായി തന്നെ ആര്യാടൻ ഷൗക്കത്തിലും ഉണ്ടെന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലുമൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്ന അന്ന് മുതൽ അല്ലെങ്കിൽ ചുറ്റും ഉള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്പേസിൽ ആ സെക്കുലർ സ്പേസ് നമുക്ക് കാണാനുണ്ടോ, വായിച്ചെടുക്കാനുണ്ടോ? ഇത് അവിടെ നിൽക്കുന്നു. അവിടെ നിലനിർത്തിക്കൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ താങ്കളിലേക്ക് വരുന്നു. സ്വരാജ് വന്നതോടെ വലിയ വ്യത്യാസമെന്ന് എല്ലാവരും പറയുന്നു. ജേക്കബ് ജോർജ് ഉൾപ്പെടെ ആ അർത്ഥത്തിലാണ് നിലമ്പൂരിനെ ഇപ്പോൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് LDFൻ്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം പകർന്നു നൽകുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രിയങ്കരനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ M. സ്വരാജ് ആ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള കഴിവുകളെ സംബന്ധിച്ച് നമ്മളിനി പുതുതായി പ്രതിപാദിക്കേണ്ടുന്ന കാര്യമില്ല. കേരളം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ചാതുരിയും അതുപോലെ തന്നെ വിഷയങ്ങളിലെ നിലപാടും ഒക്കെ തന്നെ ഞാനത് പ്രോംപ്റ്റ് ചെയ്ത് ഇനി കേരളത്തോട് പ്രത്യേകിച്ച് പറയേണ്ടുന്ന കാര്യമില്ല. കേരളത്തിലെ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയിലെയും ലോകത്തിൻ്റെയും സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ശക്തമായി പറയുന്ന ഒരു യുവജന പ്രതീക്ഷയായിട്ടുള്ള ഏറ്റവും പ്രതീക്ഷ ആയിട്ടുള്ള നേതാവാണ് സഖാവ് M. സ്വരാജ്. സഖാവ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ആദ്യത്തെ 3 മണിക്കൂർ കൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി 3 ദിവസം കൊണ്ടെടുത്ത അവരുണ്ടാക്കിയെടുത്ത ഒരു എഫർട്ടുണ്ട്. അതിനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ കേരളത്തിൽ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി സഖാവിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് വളരെയധികം പ്രതീക്ഷയാണ് പകരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അനുവർത്തിച്ചു പോരുന്ന ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാകെയുള്ള അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഊന്നി പറയാൻ, അതുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല,
നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ സന്ദർഭങ്ങളിലും ലോകത്തെവിടെ അനീതി ഉണ്ടായാലും ആ അനീതിയെ വെളിച്ചത്ത് കൊണ്ടുവരാനും ആ അനീതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഇന്നിപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി അങ്കലാപ്പിലായിട്ടുള്ള ആളുകൾ വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാഴ്വേല നടത്തുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ നിന്നെല്ലാം മാറി കേരളത്തിലെ നിയമസഭാ അംഗമായി, പിന്നീട് പാർട്ടിയുടെ സമുന്നതനായ നേതാവായി, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇന്ന് വരെ എല്ലാ വിഷയങ്ങൾക്കകത്തും തൻ്റേതായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഏറ്റവും ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുക വഴി പോരാട്ടം ഞങ്ങൾ നയിക്കുന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വളരെയധികം ആവേശം പകരുന്നതാണ്, പ്രതീക്ഷാ നിർഭരമാണ്. തീർച്ചയായും നിലമ്പൂരിൽ ഞങ്ങൾക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ് കുമാർ, ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് ഞാൻ PM നിയാസിലേക്ക് പോകാം. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എന്നുള്ളത് അത് ഒരു തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ കളത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി LDF മുന്നോട്ട് പറയുമ്പോൾ തികച്ചും സ്വരാജിൻ്റെ കടന്നുവരവോടുകൂടി ഈ നിലമ്പൂർ മത്സരം മറ്റെല്ലാത്തിൽ നിന്നും മാറി തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂരിൽ മാറുന്നു. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ LDF അതിനെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. കേന്ദ്രം കേരളത്തോട് അനുവർത്തിക്കുന്ന സാമ്പത്തിക ഞെരുക്ക നയമുണ്ട്, ഞങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമമുണ്ട്. ഈ സംസ്ഥാനത്ത് ഐക്യജനാധിപത്യ മുന്നണി അവർക്ക് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി ഏത് ചെകുത്താനോടൊപ്പവും കൂട്ടുകൂടാൻ അവർ നടത്തുന്ന വല്ലാത്തൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും ചീഞ്ഞളിഞ്ഞ ഒരു പ്രവണതയുണ്ട്. ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഹീനമായ മാർഗത്തിലൂടെ ആരെ കൂട്ടുപിടിച്ചായിരുന്നാലും ശരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുക, ഈ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ മുന്നേറ്റത്തിൻ്റെ മേൽക്കൈ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായും അതുപോലെ തന്നെ എല്ലാവിധ RSSുമായിട്ടും ഒക്കെ തരാതരം കൂട്ടുകൂടുന്ന കോൺഗ്രസിൻ്റെ നയങ്ങൾ കൂടി തുറന്നു കാട്ടപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഈ തിരഞ്ഞെടുപ്പെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്തും, അത് സാർവദേശീയ തലത്തിലായിക്കൊള്ളട്ടെ, ദേശീയ തലത്തിലായിക്കൊള്ളട്ടെ, പ്രാദേശിക തലത്തിലായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയ വിഷയം കേരളത്തിലോ ഇന്ത്യ മഹാരാജ്യത്തോ ലോകത്തോ കേരളത്തിലോ ഉണ്ടായാലും ആ വിഷയങ്ങൾക്കകത്ത് തൻ്റേതായിട്ടുള്ള നിലപാട് വളരെ അസന്നിഗ്ധമായി പറയുന്ന ഞങ്ങളുടെ പ്രതീക്ഷയായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇന്നിപ്പോൾ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ആർക്കും മിണ്ടാട്ടമില്ലല്ലോ. യാതൊരുവിധ പക്വതയും പാകതയും ഇല്ലാതെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും വന്ന് അനാവശ്യ വർത്തമാനം പറയുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. ഇന്ന് കുറച്ച് ആളുകൾ, അവർക്കൊന്നും ഇന്ന് മിണ്ടാട്ടമില്ലല്ലോ. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ആകെ അങ്കലാപ്പിലായി നിൽക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ PV അൻവർ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ മെരുക്കിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസോസിയേറ്റ് മെമ്പർ സ്ഥാനമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറകെ ഒരു വിഭാഗം നേതാക്കന്മാർ നടക്കുമ്പോൾ മറുവിഭാഗം അതല്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത ചക്കളത്തി പോരാട്ടത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ കൃത്യമായിട്ടുള്ള മാർജിനിൽ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആ വിജയത്തിനകത്ത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും കേവലമായ ഒരു വിഷയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നതല്ല, മറിച്ച് ശരി, ഞാൻ വരാം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ. PM നിയാസ്, ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകും. ശ്രീ ജേക്കബ് ജോർജും താങ്കൾ വരുന്നതിന് മുമ്പ് തൊട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ആദ്യം താങ്കളോട് അന്വേഷിക്കുന്നത് അൻവറിൻ്റെ പിന്നാലെയുള്ള നിങ്ങളുടെ ഓട്ടം തീർന്നോ എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് വന്നത് അൻവർ രാജിവെച്ചതുകൊണ്ടാണ്. അൻവറിനെ 2 തവണയും അസംബ്ലിയിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ബഹുമാന്യ ആര്യാടൻ മുഹമ്മദും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും പ്രകാശിനെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ ജയിച്ചത്. അപ്പോൾ അൻവർ രാജിവെച്ചതിൻ്റെ കാരണം പിണറായി സത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം
കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അപ്പോൾ ആ ഒരു കണ്ടക്സ്റ്റാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ സുരേഷ് കുമാർ ഇവിടെയുണ്ട്. ഞങ്ങളെടുക്കുന്ന സ്റ്റാൻഡ് പോലെ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ ഇടതുപക്ഷം 10 തവണ ജനിക്കേണ്ടി വരും, CPM ജനിക്കേണ്ടി വരും. അത്ര സ്ട്രോങ് നിലപാട് പാർട്ടി UDFനും കോൺഗ്രസിനും അതിശക്തമായ നിലപാട്. ഒരു 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 എത്ര വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണ നട്ടെല്ല് വളച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അബ്ദുൽ നാസർ മദനിയെ കാണുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി താന്ന് വണങ്ങി അങ്ങ് താഴേക്ക് കൊണ്ടുപോയി കാലിൽ തൊട്ട് വണങ്ങുന്ന പോലെയുള്ള ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലിപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ 4 വോട്ടിന് വേണ്ടി CPM കാലാകാലങ്ങളിൽ രാത്രിയുടെ മറവിലും ഇപ്പോൾ രാത്രി അല്ലാത്ത മറവിലും അരമനകളിലും അതുപോലെ നമ്മുടെ സമുദായ നായകന്മാരുടെയും ഒക്കെ എടുത്ത് പോയി പുറത്ത് വന്ന് വലിയ വർത്തമാനം പറയുന്ന ആളുകൾ. ഇപ്പം തന്നെ കുറച്ച് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, ഇവിടെ ജനാധിപത്യ എന്താണ് ജമാഅത്തെ ഇസ്ലാമി 2019 മുമ്പ് വരെ എവിടെയായിരുന്നു? 2019 മുമ്പ് വരെ എൻ്റെ പിതാവ് ജില്ലാ കൗൺസിലിൽ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അന്ന് നിങ്ങൾക്കായിരുന്നില്ലേ? ജില്ലാ കൗൺസിൽ മത്സരിക്കുന്ന കാലം അതുമുതൽ ഇതുവരെയുള്ള 2019 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പിന്നാലെ പോയത് നിങ്ങളല്ലേ? അവരത് പരസ്യമായി പറഞ്ഞതല്ലേ? അവരുടെ വോട്ട് കൊണ്ട് നിങ്ങൾ നേടിയ പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും ലിസ്റ്റ് കഴിഞ്ഞ തവണ അവർ തന്നെ പറഞ്ഞതല്ലേ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുന്ന പ്രവർത്തനങ്ങൾ, എൻ്റെ സുരേഷ് കുമാർ പറയുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തോന്നും പോലെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പക്ഷേ ഞങ്ങൾ എടുക്കുന്ന നിലപാടെന്താ? പാർട്ടി സ്ഥാനാർത്ഥിയെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ അദ്ദേഹത്തിനെ ഞങ്ങൾ എടുക്കേണ്ടതുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനിക്കാനുള്ള ആർജവം ഞങ്ങൾക്ക് നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിൽ ഇപ്പോൾ നിങ്ങൾ ഇറക്കിപ്പെട്ട് സ്വരാജ് എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു പാർട്ടി നേതാവ്, അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് മത്സരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഏതെങ്കിലും കാലത്ത് നമ്മുടെ എന്താ പറയുക സഖാവ് കുഞ്ഞാലി ഒഴിച്ച് വേറെ ആരും ജയിച്ചിട്ടില്ലല്ലോ. ആ സഖാവ് കുഞ്ഞാലിക്ക് നിയമസഭാ അംഗമായി പോകാൻ അന്നത്തെ സാഹചര്യത്തിൽ സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു കാലത്തും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വരാനുള്ള ധൈര്യം കിട്ടാത്ത ജയിക്കാത്ത ഒരു നിയോജകമണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ കൊണ്ടുവന്നാൽ വിജയിക്കുമെന്ന് നിങ്ങളുടെ തോന്ന് മലർപ്പടിക്കാരൻ്റെ ഒരു സ്വപ്നം മാത്രമാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല. സ്വരാജ് അല്ല, ഇനി സാക്ഷാൽ പിണറായി വിജയനും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പിന്നെ മന്ത്രിസഭയിലുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ റിയാസ് വന്ന് മത്സരിച്ചാൽ പോലും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ PM നിയാസ്, അൻവറിന്റെ കാര്യം ഞാൻ ചോദിച്ചതിനോട് താങ്കൾ പ്രതികരിച്ചതിനെ കുറിച്ചാണ് എൻ്റെ ചോദ്യം. അത് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. അവിടെ താങ്കൾ ഇത്രയും വലിയ രീതിയിൽ LDFനെ വല്ലാതെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പല രീതിയിൽ വോട്ട് കിട്ടാൻ ശ്രമിക്കുന്നു, വർഗീയ ശക്തികളുമായി അവർ ബന്ധപ്പെടുന്നു എന്നൊക്കെ നിങ്ങൾ ആരോപണം നടത്തുമ്പോൾ അതിന് സുരേഷ് മറുപടി പറയട്ടെ. പക്ഷേ അതിൻ്റെ ചരിത്രം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ അൻവറിൻ്റെ പിന്നാലെ നിങ്ങൾ ഇന്നലെ പോലും UDF യോഗം കൂടി കോൺഗ്രസ് ഇപ്പോഴും 5-ാം തീയതി വരെ ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ നേതാക്കളാണ്, മാധ്യമങ്ങളോട് പറഞ്ഞ നേതാക്കൾ നിങ്ങളുടെ പരമോന്നത നേതാക്കളാണ്. രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയും പറഞ്ഞു അൻവറിനെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കും എന്ന് പറഞ്ഞു. എല്ലാ നേതാക്കളും അത് പറയുന്നുണ്ട്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് താങ്കൾ പറയുന്ന അതേ ആർജവത്തിൽ ഒന്നും അൻവറെക്കുറിച്ച് പറയുന്നില്ല. ആര്യാടനെക്കുറിച്ച് പറഞ്ഞ അൻവറാണ്. ഒപ്പം സതീശനെക്കുറിച്ച് വല്ലാതെ ആക്ഷേപിച്ച അൻവറാണ്. ആ അൻവറിനെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പോഴും വിട്ടുവീഴ്ച ചെയ്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. ഞാൻ നോക്കൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞത് പിൻവലിക്കണം, അദ്ദേഹം തിരുത്തണം, തിരുത്തി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ചർച്ചയുള്ളൂ. അത് ഞാൻ മാത്രമല്ലല്ലോ, UDFൻ്റെ ചെയർമാൻ പറഞ്ഞു, UDFൻ്റെ കൺവീനർ പറഞ്ഞു, മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞു, അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റ് പറഞ്ഞു, അതുപോലെ K മുരളീധരൻ പറഞ്ഞു, അതുപോലെ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇനി ആരാ പറയാൻ ബാക്കിയുള്ളത്? ഇനി അദ്ദേഹം വരണ്ടേ തീരുമാനിക്കേണ്ട അദ്ദേഹമാണ്. അദ്ദേഹം വരട്ടെ, വരാതിരിക്കട്ടെ. പക്ഷെ അത് പറയാനുള്ള ആർജവം കേരളത്തിൽ ഇന്ന് വരെ CPM കാണിക്കാത്ത ആർജവം, മറ്റു LDF കാണിക്കാത്ത ആർജവം UDFും കോൺഗ്രസും കാണിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളല്ലല്ലോ അയാളെ കൊണ്ടുവന്നത്. ഞങ്ങൾ അസംബ്ലിയിൽ അയാൾക്ക് സീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾ അസംബ്ലിയിൽ അയാൾക്കെതിരായി മത്സരിച്ചതല്ലേ. നിങ്ങളല്ലേ അയാളെ ആനപ്പുറത്ത് കയറ്റി കൊണ്ടുവന്നത്. വൃത്തികേടും വിളിച്ചു പറയുവാൻ പക്ഷേ ഏതോ ഗൂഢശക്തികൾ അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി പിണറായി വിജയനെതിരെ പറയാനും അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ
ഒരു സീറ്റ് 2026 നൽകാമെന്നും അത് പിന്നീട് മന്ത്രിയാക്കാൻ ഉപകരിക്കാമെന്നും ഒക്കെ അത് ജയിച്ചൊക്കെ വേണം നിങ്ങൾ മന്ത്രിയാകാൻ, നിങ്ങൾക്ക് അതിനുള്ള ഭൂരിപക്ഷം കിട്ടണം. പക്ഷേ ഇതൊക്കെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുവന്നതുപോലെയുണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കുഞ്ഞാലിക്കുട്ടി ആണ് അദ്ദേഹത്തെ വല്ലാതെ വിളിച്ചുകൊണ്ടിരുന്നത്, നിങ്ങളിൽ പല നേതാക്കളും അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. സുധാകരനോട് വലിയ കടപ്പാട് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴും അദ്ദേഹം തള്ളിപ്പറയാത്ത 2 UDF നേതാക്കളുടെ പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇപ്പോഴും തിരുത്തിയാൽ, ഈ പറഞ്ഞതൊക്കെ തിരുത്തിയാൽ ഇപ്പോഴും അദ്ദേഹത്തിന് വരാൻ പറ്റുമെന്നാണോ PM നിയാസ് പറയുന്നത്? നോക്കൂ, ഞങ്ങളുടെ നേതാക്കന്മാർ അക്കാര്യത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു. അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അദ്ദേഹം പറയുന്ന ആൾക്കാരും അദ്ദേഹവുമാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടിയുടെ ലൈനാണ് ഞാൻ പറയുന്നത്. എൻ്റെ പാർട്ടി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്തുണ സ്വീകരിക്കുകയും അദ്ദേഹവുമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും. അൻവർ പറഞ്ഞല്ലോ, ഏത് ചെകുത്താനെ UDF നിർത്തിയാലും ഞാൻ പിന്തുണയ്ക്കും, UDF-ലേക്ക് വന്നാലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അങ്ങനെയല്ല, നമ്മൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനത്തിന് ശേഷം അദ്ദേഹം ആര്യാടൻ ഷൗക്കത്തിനെതിരായി പറഞ്ഞ പ്രസ്താവന താങ്കളും ഞങ്ങളും ഒക്കെ കണ്ടതാണ്. ആ പ്രസ്താവന തിരുത്തുകയും അൺകണ്ടീഷണലായിട്ട് UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ നിലപാട് പറഞ്ഞത്. ഇവിടെ അതല്ല വിഷയം. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് താങ്കൾ പറഞ്ഞ ചോദ്യം അതാണ്. ഞാനതിന് മറുപടി പറഞ്ഞു. അതോടൊപ്പം താങ്കളല്ല ഈ ചർച്ചയിൽ പറയുന്ന സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, ഇവിടെ വലിയ എന്തോ വിപ്ലവം നടക്കുന്നു. 2016 തൃപ്പൂണിത്തറയിൽ ജയിച്ച വ്യക്തി അദ്ദേഹം തോൽപ്പിച്ച അതേ സ്ഥാനാർത്ഥിയോട് പിറ്റത്തെ തവണ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയല്ലേ സുരേഷ് കുമാർ ഇങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞത്. പക്ഷേ അത് നമുക്കിപ്പോ പൂർണ്ണമായും ഇപ്പോ അദ്ദേഹം MLA അല്ലല്ലോ, ഇദ്ദേഹം MLA അല്ലല്ലോ, അവിടെ MLA ബാബു ആണല്ലോ. ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഇതുവരെയും കോടതിയിൽ ആർക്കും ചോദ്യം ചെയ്യാമല്ലോ. ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തല്ലോ. ഇപ്പം അദ്ദേഹം MLA അല്ലല്ലോ. അദ്ദേഹം ഒരു തവണ നിന്നു, 5 വർഷം അവിടെ പ്രവർത്തിക്കാൻ സൗകര്യമുണ്ടായി. പിണറായിയുടെ ഏറ്റവും വലിയ എന്താ പറയുക വിദൂഷക പട്ടം കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ വിദൂഷകരായി നമ്മുടെ നാരദ ഒക്കെ മഹർഷിയായി ഈ രാജ്യം മുഴുവനും നാരദൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ പിണറായിയെക്കുറിച്ച് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ കണ്ടത്. ആ വ്യക്തി പിണറായി ഭരിക്കുമ്പോൾ 5 കൊല്ലം MLA ആയിട്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ലേ അടുത്ത തവണ തോൽക്കേണ്ടി വന്നത്. അങ്ങനെ തോൽക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ മഹാമ്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാലോ. അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. റോഡുകളുടെ വികസനം, പാലത്തിന്റെ വികസനം, അല്ലെങ്കിൽ മറ്റു വികസനങ്ങളൊക്കെ അപ്പുറത്തേക്ക് മാറിപ്പോകുന്നതാണ്. അവിടെ മാത്രം അത് മുടങ്ങിക്കിടക്കുന്നു. അങ്ങനെ അതുകൊണ്ടാണ് തോറ്റത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അങ്ങനെയെങ്കിൽ തെളിയിക്കാൻ നിങ്ങൾക്കാവില്ല. ലാലെ ഞാൻ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ജനം ലാലിനെക്കാട്ടും അവിടുത്തെ ജനം അവിടുത്തെ MLA-മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നല്ല പ്രവർത്തനം നടക്കുന്ന ആളുകൾക്ക് എന്തായാലും സ്വാഭാവിക ഒരു പിന്തുണ ഉണ്ടാവുമല്ലോ, സാധാരണക്കാരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ, നിഷ്പക്ഷരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എന്തായാലും കെ ബാബുവിനെ കുറിച്ച് LDF നേരത്തെ പറഞ്ഞിരുന്ന ആരോപണങ്ങളൊക്കെ ഈ സുരാജിനെ കുറിച്ച് നിങ്ങളിപ്പോൾ പറയുന്നതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ 10 മടങ്ങ് വലിയ ശക്തിയുള്ള ആരോപണങ്ങളാണ് അത്. അപ്പോൾ എന്നിട്ടും അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ സാങ്കേതികമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞാൻ വരാം PM നിയാസ്, ഞാൻ വരാം. താങ്കൾ ഏറെ പറയേണ്ട കാര്യങ്ങൾ ഈ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. സജീവൻ ടെലിഫോൺ ലൈനിലുണ്ട്. എന്നിട്ട് ഞാൻ ജേക്കബ് ജോർജിലേക്ക് പെട്ടെന്ന് വരാം. സജീവൻ, ഇതാ നോക്കൂ, അൻവർ എന്ത് പറഞ്ഞാണോ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിലമ്പൂരിൽ, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ മാസങ്ങളിലൊന്നും ഇപ്പോൾ ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയിലുണ്ട്. അതിനൊന്നിനും ആയുസ്സില്ലാതെ, തെളിയിക്കാൻ സാധിക്കാതെ, അതൊക്കെ വെറും ബലൂൺ, ഊതി ഉറപ്പിച്ച ബലൂണായി മാറി അത് ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അൻവർ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നിനും ആയുസ്സില്ല. ഇനി അൻവർ പിണറായിയെ തെറി വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അൻവറിനെ കൂടെ നിർത്തി അദ്ദേഹത്തിനോടൊപ്പമുള്ള കുറേ ആളുകളുണ്ട്, അവരുടെ വോട്ടൊക്കെ വാങ്ങി ആര്യാടൻ ഷൗക്കത്തിനെ UDF-നെ അവിടെ വിജയിപ്പിച്ചെടുക്കാം എന്ന് കരുതിയവർക്ക് ഇപ്പോൾ സ്വരാജ് കൂടി എത്തിയത് രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുമ്പോൾ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ എന്ന് താങ്കൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും UDF-ന്റെ ഇപ്പോഴത്തെ നില കുറെ പരുങ്ങലിലാണ്. കാരണം സ്വരാജ് വന്നത് ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൻവറിന്റെ ഈ ഇടച്ചിൽ, അത്
സ്വാഭാവികമായിട്ടുണ്ടായ അൻവറിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൊണ്ടുണ്ടായതല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അൻവറിനെ ആരൊക്കെയോ ഇക്കാര്യത്തിൽ ചലിപ്പിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇവിടെ നമുക്കറിയാം KPCC പ്രസിഡന്റിനെ മാറ്റിയപ്പോൾ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നെ മാറ്റിയത്, ഞാൻ എല്ലാ നേട്ടങ്ങളും മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, നഷ്ടമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ അഥവാ KPCC പ്രസിഡന്റിനെ മാറ്റുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി മാറ്റുന്നൊരു കീഴ്വഴക്കം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ VD സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലീഡറായിട്ട് നയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അൻവറിന്റെ പ്രശ്നം വെച്ചുകൊണ്ട് അവരത് മുതലെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല. അൻവറിനാണെങ്കിൽ വേറൊരു താല്പര്യമുള്ളത്, അൻവർ 2025 ഉപതെരഞ്ഞെടുപ്പിനെയല്ല കാണുന്നത്. അൻവർ ഉദ്ദേശിച്ചിരുന്നത് രാജിവെച്ച് ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടാക്കിയിട്ട് അവിടെ LDF-നെ തോൽപ്പിച്ച് 2026 അദ്ദേഹം നേരിട്ട് മത്സരിക്കുക. അതുവരെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുക. അതിനാണ് ജോയിയുടെ പേര് ആദ്യമേ തന്നെ ഒരു മുഴം മുന്നേ എറിഞ്ഞത്. അപ്പൊ നമുക്കറിയാലോ, ഒരിക്കൽ പോലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് ഘടകകക്ഷികൾ തീരുമാനിക്കാറില്ല. ഘടകകക്ഷി പോലും അല്ലാത്ത ഒരാളങ്ങനെ തീരുമാനിക്കുക, ജോയ് നിന്നാലേ ജയിക്കുള്ളൂ, മറ്റാൾ സിനിമാക്കാരനല്ലേ, അയാൾ സിനിമാക്കാരൻ നിന്നാൽ അയാൾക്ക് വേറെ പണിയുണ്ടല്ലോ, ആ പണിക്ക് പോയാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായിട്ട് അൻവറിന്റെ താല്പര്യം എന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആ നിലമ്പൂർ മണ്ഡലം കിട്ടണം. വേറൊരു മണ്ഡലം കിട്ടാനില്ല. കാരണം കോഴിക്കോട് ജില്ലയിൽ UDF-ന് ഒരൊറ്റ സീറ്റും ഇല്ല. നമുക്കറിയാം മലപ്പുറം ജില്ലയിലുള്ള വണ്ടൂര് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്, ഞാൻ UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനാണ്. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണുള്ളത്, അത് സംവരണ മണ്ഡലമാണ്. അബ്ദുറഹ്മാന്റെ സീറ്റ് അൻവറിന് കൊടുക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ അൻവറിന് ഒരു സീറ്റും കിട്ടാത്തൊരവസ്ഥ വരും. ഇതാണ് അൻവറിന് അലട്ടുന്ന പ്രശ്നം. അപ്പൊ 2026 ജോയിയെ മത്സരിപ്പിച്ചിട്ട് 2025 ജോയിയെ മത്സരിപ്പിച്ചിട്ട് 2026 ജോയി മാറിക്കൊടുക്കും എന്നൊരാഗ്രഹം, എന്നൊരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് പക്ഷെ പൂർണ്ണമായിട്ടും VD സതീശൻ വെട്ടി. അങ്ങനെ അൻവറിന്റെ ആ താല്പര്യം ഞങ്ങൾ അംഗീകരിക്കുന്നത്, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് അൻവർ അല്ലാതെ അദ്ദേഹം തീരുമാനിച്ചു. അതാണ് സതീശനോടുള്ള വിരോധം. ഇപ്പൊ പിണറായിസത്തോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പിനേക്കാൾ സതീശനിസത്തോടുള്ള എതിർപ്പാണുള്ളത്. ആ സതീശനിസത്തോടുള്ള അൻവറിന്റെ എതിർപ്പിന് ആക്കം കൂട്ടാൻ അതേ താല്പര്യമുള്ള സതീശനിസത്തെ എതിർക്കുന്ന വേറെ ചില ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പരസ്യമായ രഹസ്യമാണ്. ആ താല്പര്യം കൂടി വരുന്നത്. കാരണം സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഒത്തുവരികയാണ്. ഇപ്പോ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന LDF-നേക്കാൾ താല്പര്യം ഈ രണ്ട് വിഭാഗക്കാരന് അൻവറിനാണ്. രണ്ടാമത്തേത് ഈ സതീശനസത്തെ എതിർക്കുന്ന പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ. അപ്പോ ഇതൊന്നും ഒരുപക്ഷെ നിയാസിനെ പോലുള്ള ആളുകൾ സമ്മതിക്കില്ല. കാരണം ഇതൊക്കെ ഞാൻ കെട്ടുകഥയാണെന്നൊക്കെ അവർ പറയും. പക്ഷെ നമുക്കറിയാവുന്ന രാഷ്ട്രീയം എന്ന് വെച്ചുകൊണ്ട് കൃത്യമായിട്ടും ഈ ഒരു കളി ഉണ്ട്. കാരണം സതീശനും പഴയ KPCC പ്രസിഡന്റ് നമ്മളുടെ ഇരിപ്പ് വെച്ച് നമുക്കറിയാം, അൻവറിന്റെ പല നിലപാടുകളോടും അയഞ്ഞ നിലപാട് കാണിക്കുന്ന, അതിനോട് ഏതാണ്ട് അൻവറൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് പറയുന്ന, അൻവറിനോട് ഇപ്പോഴും അൻവറിന്റെ നിലപാടിനെ കർക്കശമായിട്ട് എതിർക്കാത്ത ആളുകൾ കോൺഗ്രസിനകത്തുണ്ടല്ലോ. അപ്പൊ സത്യത്തിലുള്ളത് ഈ പിണറായിസത്തെ വെല്ലുവിളിക്കാൻ വന്ന അൻവർ ഇപ്പോ പിണറായിസത്തേക്കാൾ കൂടുതൽ സതീശനിസത്തെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. UDF നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൻവറിന്റെ ഈ ഇടച്ചിലാണ്. ആ ഇടച്ചിൽ മാറ്റി എടുക്കാൻ അദ്ദേഹത്തിന് ഇപ്പോ മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടുക എന്ന് പറയുന്ന ഒക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് 2026 മത്സരിക്കാൻ ഒരു സീറ്റ്, അത് പ്രത്യേകിച്ച് നിലമ്പൂർ, അത് കൊടുക്കുമെന്ന് ഉറപ്പു പറഞ്ഞാൽ മാത്രമേ അൻവർ ഈ അനുകൂലമായിട്ട് നിലപാടെടുക്കൂ. അതാണ് അൻവർ പലപ്പോഴും അസോസിയേറ്റ് മെമ്പർ ആക്കാന്ന് പറഞ്ഞാൽ സത്യത്തിൽ അധികം അംഗീകരിക്കേണ്ടതാണ്. RMP എന്ന് പറയുന്ന പാർട്ടി അൻവറിനേക്കാൾ എന്തായാലും സ്വാധീനമുള്ള പാർട്ടിയാണല്ലോ. ആ പാർട്ടി ഇപ്പോഴും അസോസിയേറ്റ് മെമ്പറാണ്, അല്ലാതെ ഫുൾ ടൈം UDF മെമ്പർ അല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അൻവറിന് അതൊന്നുമല്ല പ്രശ്നം, 26 സീറ്റാണ്. ആ സീറ്റിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ അത് പാളിപ്പോയി. അത് പാളാൻ കാരണം, അല്ലെങ്കിൽ അത് തട്ടിമാറ്റാൻ കാരണം അൻവർ VD സതീശനാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ട് സതീശനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മുന്നണിയിൽ കയറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആ മുന്നണിയുടെ ചെയർമാനെതിരെ കാര്യങ്ങൾ പറയൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ വളരെ പകൽ പോലെ വ്യക്തമായ കാര്യങ്ങളാണ്.
യെസ്, ഞാൻ വരാം ശ്രീ സജീവൻ. ശ്രീ ജേക്കബ് ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. അതായത് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ പി വി അൻവർ ഇല്ല. അത് പി വി അൻവറിന് ആ മണ്ഡലം നോക്കുകയേ വേണ്ട. 2026 ഒഴിഞ്ഞു കൊടുക്കാൻ ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ തയ്യാറാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് വിജയിക്കാതിരിക്കുക എന്നുള്ളത് പി വി അൻവറിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടമുണ്ട് ഏത് സാഹചര്യത്തിലാണെങ്കിലും. അതാണ് ഒന്ന്. രണ്ടാമത്തത് വി ഡി സതീശനെതിരെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം പി വി അൻവർ. അതുപോലെ സതീശനെതിരെയുള്ള കോൺഗ്രസിലെ പടയൊരുക്കം, അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതിൽ നിന്ന് ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സതീശൻ വീണ്ടും വിജയിക്കുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ, ഷൗക്കത്ത് വിജയിക്കുന്നത് വഴി അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുക, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. അത് അവിടെ നിൽക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ നമ്മുടെ മുമ്പിൽ ടൈറ്റ് എന്ന് സുധാകരൻ ഇന്ന് പറഞ്ഞ അർത്ഥത്തിലേക്ക് എത്തുന്നില്ലേ? അതേ ലാൽ, ഇപ്പോൾ പിണറായിസം പറഞ്ഞ് പിണറായി അല്ല ഇപ്പോൾ ഈ അൻവറിൻ്റെ വിഷയം. അൻവറിൻ്റെ വിഷയം ഇപ്പം എങ്ങനെയാണ് നമുക്ക് വി ഡി സതീശനെ പരാജയപ്പെടുത്താൻ പറ്റുക, വി ഡി സതീശനെ എങ്ങനെ കൊച്ചാക്കാൻ പറ്റും, വി ഡി സതീശനെ എങ്ങനെ അവിടുന്ന് താഴെ ഇറക്കാൻ പറ്റും. ഇതാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വപ്നം. ഇതാണ് ആ മനുഷ്യന്. അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം. ചുമ്മാതെ വെറുതെ ഓരോന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാവ് തന്നെയാണ് അദ്ദേഹത്തെ ഈ കുഴപ്പത്തിലാക്കിയത്. ഇപ്പോൾ പിണറായിക്കെതിരെ പിണറായിസത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന, ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പം ഏറ്റവും വലിയ ശത്രുവായിട്ട്, രാഷ്ട്രീയ ശത്രുവായിട്ട് കാണുന്നത് വി ഡി സതീശനെയാണ്. കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ UDF ചെയർമാൻ, അദ്ദേഹമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരൻ തന്നെ ഈ വിധത്തിൽ വഴിയാധാരമാക്കിയതിന് കാരണം വി ഡി സതീശനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുഴി കുഴിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കാണാൻ. ശരിക്കും വളരെ പ്രകടമാണ് ആ കാര്യം. ഇനിയിപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും UDF മടങ്ങാൻ അദ്ദേഹത്തിന് പി വി അൻവറിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് അകന്നു പോയിരിക്കുന്നു. അത് അൻവർ തന്നെയാണ് ആ അകൽച്ചയുണ്ടാക്കിയത് എന്ന് വേണം. സതീശനെതിരെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, സതീശനെതിരെ പറയുമ്പോൾ സതീശനെതിരെയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെതിരെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുമായിട്ട് എടുക്കാൻ വളരെ പ്രയാസമാണ്. ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞു. മുഖ്യമന്ത്രി കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഒരു വലിയ പാർട്ടി അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. ആ പാർട്ടിയുടെ ശക്തിയിലാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നത്. അദ്ദേഹം അത് പിണറായിസമാണ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ മുഖ്യമന്ത്രി കൂട്ടാക്കിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടത് പിണറായിസം, അതിനെ എതിർക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്തൊക്കെയാണെങ്കിലും അതൊന്നും രാഷ്ട്രീയമായിട്ട് ഒരു വിഷയമല്ല, രാഷ്ട്രീയ വിഷയങ്ങളല്ല. വളരെ വ്യക്തിപരമായിട്ട് തനിക്കിഷ്ടമില്ലാത്തവർക്കെതിരെയുള്ള നിലപാട് കടുപ്പിക്കുക, ആ നിലപാട് വെച്ചും കൊണ്ട് ശക്തമായിട്ട് ആക്രോശിക്കുക, പ്രസംഗിക്കുക, ഗോഗ്വ വിളിക്കുക, വെല്ലുവിളിക്കുക, ഇതൊക്കെയാണ്. ഇതൊന്നും രാഷ്ട്രീയമല്ല. കേരളത്തെ പോലെ ജനാധിപത്യം ശരിക്കും പച്ച പിടിച്ചിട്ടുള്ള, ശരിക്കും പുഷ്ടി പ്രാപിച്ചിട്ടുള്ള കേരള മണ്ണിൽ, കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം ചെപ്പടി വിധികൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ വളരെ ശക്തമായൊരു മത്സരത്തിന് നിലമ്പൂർ വേദിയായിരിക്കുന്നു. ഒരു വശത്ത് വളരെ വളരെ കരുത്തനായ യുവ നേതാവ് ശരിക്കും M സ്വരാജ്, മറുവശത്ത് ആര്യാടൻ ഷൗക്കത്ത്. ഈ രണ്ട് ശക്തി ദുർഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് അത് രാഷ്ട്രീയം അങ്ങോട്ട് കൊഴുക്കുമ്പോൾ, മത്സരം കൊഴുത്ത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു MV അൻവറിനോ അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഒന്നും ഇനി കേരള രാഷ്ട്രീയം, കേരള ജനത ചെവി കൊടുക്കില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളൊക്കെ അവരുടെ പറയുക. ഇന്ന് നോക്കിയ മാധ്യമങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇന്ന് ഒരു വശത്ത് ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുന്നു വലിയ ആഘോഷത്തോടു കൂടി. മറുവശത്ത് സ്വരാജ് തീവണ്ടിയിൽ വന്ന് നിലമ്പൂർ ഇറങ്ങുന്നു. അവിടെ അദ്ദേഹത്തിന് വമ്പിച്ച സ്വീകരണം. ആ സ്വീകരണം ഘോഷയാത്ര ഇപ്പോഴും തീർന്നിട്ടില്ല. ചാനലുകൾ ക്യാമറകൾ മാറ്റിക്കഴിഞ്ഞു. ഇന്നലെ വരെ, ഇന്ന് രാവിലെ പോലും
അവിടെ അൻവറിന് ശക്തിയുണ്ടായിരുന്നു, അൻവറിനൊരു മുഖമുണ്ടായിരുന്നു, ചാനലിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് ആ സ്ഥാനമൊന്നുമില്ല. ആ സ്ഥാനവും ആ പ്രഭുത്വവും ആ എല്ലാം നഷ്ടപ്പെട്ട, ആ മഹിമയും മേന്മയും ഒക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം തന്നെ പറയുന്ന പോലെ സ്വന്തം ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ട നിലയിലാണ് അൻവർ. ഇതാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ മഹത്വം. അതാണ് രാഷ്ട്രീയത്തിൽ ആരും വലിയ ആളാവാൻ നോക്കരുത് എന്ന് തന്നെയാണ് അൻവറിൻ്റെ പാഠം പഠിപ്പിക്കുന്നത്. മുൻപുള്ളവരും ഇതേ പാഠം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇവരാരും പാഠം പഠിക്കുന്നവരല്ല എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ സൗമ്യമായി ഉറക്ക വർത്തമാനം പറയാം, പക്ഷേ ആ വർത്തമാനം അതിരുവിട്ടാൽ തീർച്ചയായിട്ടും അത് അവരെ തന്നെ തിരിഞ്ഞു കുത്തും. അതാണ് അൻവർ പഠിക്കേണ്ട പാഠം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയം നിലമ്പൂർ സാധാരണഗതിക്ക് ഇത്ര വലിയ ശ്രദ്ധ ആകർഷിക്കുന്നതല്ല. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ കൊണ്ട് തന്നെ ഇത് വലിയ ശ്രദ്ധ ആകർഷിച്ചു. ഇപ്പോൾ എം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോഴത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിന്, അവിടുത്തെ മത്സരത്തിന്, പോരാട്ടത്തിന് വേറെ ഒരു മാനം തന്നെ കൈവന്നിരിക്കുകയാണ്. അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വലിയ പ്രത്യേകത. ലാൽ. യെസ്, ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് നേരത്തെ പോകണം, താങ്കൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും അതേ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പോവാം, അല്ലെങ്കിൽ അല്പം കൂടി ശരി, ഓക്കെ. അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ഇതാ നോക്കൂ, ഈ പറഞ്ഞ അർത്ഥത്തിൽ അൻവർ പറഞ്ഞു തുടങ്ങിയിടത്തല്ല കാര്യങ്ങൾ. അൻവർ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ അത് വെറുതെ അൻവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളോട്, പേഴ്സണലായിട്ട് പ്രശ്നമുള്ള ആളുകളോടൊക്കെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അത് എല്ലാ ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരു പുതിയ കളം ഒരുക്കി. അവിടെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെയാണ് ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും തമ്മിലുള്ള ഈ പോരാട്ടം മുന്നോട്ട് വരുന്നത്. അവിടെയാണ് അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അൻവറെ ചേർക്കാൻ UDF നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അൻവർ അവർക്കൊപ്പമില്ല. PM നിയാസ് ഉൾപ്പെടെ ഇപ്പോഴും പിണറായിക്കെതിരെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, പിണറായി സർക്കാരിനെതിരെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി എം സ്വരാജിനെ വ്യക്തിപരമായി എങ്ങനെയാണ് അദ്ദേഹത്തെ ഒന്ന് തൊടാൻ നോക്കുക എന്നുള്ളത് തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിൻ്റെ പരാജയം എടുത്തുകൊണ്ടൊന്ന് കാണിക്കാൻ നോക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ ഇനി നേരിടുമ്പോൾ തികച്ചും നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഷ തന്നെ മതിയാകുമോ? നോക്കൂ, ഈ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരാം. അതിനു മുൻപ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ശ്രീ PM നിയാസ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഒരു മറുപടി വളരെ അത്യാവശ്യമാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ചാണ്. എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുമ്പോൾ അത് ഈ നൂറ്റാണ്ടിലെ തമാശ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഷ്ട്രീയ നിലപാടും എന്ന് പറയുന്നത് പരസ്പരം ചേരാത്ത രണ്ട് വാക്കുകളാണെന്നുള്ളത് ശ്രീ PM നിയാസ് മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും റീസെൻ്റായിട്ടുള്ള ഒരു കാര്യത്തിന് മാത്രം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അവസാനിപ്പിക്കാം. ഈ രാമജന്മഭൂമി ബാബറി മസ്ജിദ് തർക്ക പ്രശ്നം കോടതി വിധിയിലൂടെ അവിടെ ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടി തീരുമാനം കൈക്കൊണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് അതുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ ഇനി താഴെത്തട്ടിലെ പാർട്ടി അംഗം വരെയുള്ള ആളുകൾക്ക് അക്കാര്യത്തിൽ ഒറ്റ നിലപാടാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്നെ കേൾക്കുന്ന ആളുകൾക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ട് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കോ ആങ്കർക്കോ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ ഹൈക്കമാൻഡ് ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചു. എന്നാൽ ആ നിലപാട് സ്വീകരിച്ച് ആ തീരുമാനത്തിൻ്റെ അച്ചടിച്ച മഷി ഉണങ്ങുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി അവിടേക്ക് വെള്ളിക്കല്ലുമായി പോയി. അത് കഴിഞ്ഞ് കമൽനാഥ് പോയി, ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പോയി. സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ച രാഷ്ട്രീയ നിലപാട് എവിടെയാണ് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചതെന്നുള്ളതിന് കൃത്യമായ മറുപടി ശ്രീ PM നിയാസ് നൽകാൻ തയ്യാറാകണം. അത് ഒറ്റ കാര്യം, ഞാനിതിപ്പം ഒരു ഉദാഹരണം മധ്യേ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ KPCCയുടെ പ്രസിഡന്റ് എത്ര തവണയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും മുഖ്യധാര മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞത് തലശ്ശേരിയിലെ RSS ശാഖകൾക്ക് ഞാൻ
ഇടപെട്ട് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ KPCC പ്രസിഡന്റിൻ്റെ പാർട്ടിയിലായിരുന്നില്ലേ നിങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചത്? സമീപഭാവിയിലല്ലേ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത്? എനിക്ക് BJPയിലേക്ക് പോകാൻ ആരുടെയും ഔദാര്യം വേണ്ട, ഐ വിൽ ഗോ വിത്ത് BJP. ഈ സെൻറ്റൻസ് പറഞ്ഞതാരാണ്? KPCCയുടെ പ്രസിഡന്റ് അല്ലേ? ഇത്തരം വാദഗതികൾ ഉയർത്തിയ ആളുകൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഇത്രയും കാലം KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് അവരോധിച്ചത്? എനിക്ക് കൃത്യമായ മറുപടി വേണം മിസ്റ്റർ PM നിയാസ്. നിങ്ങൾ രാഷ്ട്രീയ നിലപാടിനെക്കുറിച്ച് ഊറ്റം കൊണ്ടതുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വർഗീയതയുമായി കൂട്ടുകെട്ടിയ കറുത്ത പൊട്ടെന്ന് പറയുന്നത് വടകര ബേപ്പൂർ മോഡലാണ്. അതിന് നേതൃത്വം വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമാണ്. നിങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇല്ലാ കഥകൾ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ 5 വർഷക്കാലം കേരള നിയമസഭയിലെ ഗർജിക്കുന്ന സിംഹമായിരുന്ന, ഒരുപക്ഷെ ഒരു ഫുട്ബോൾ കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ തന്നെ പിന്നീട് നിയമസഭയ്ക്കകത്ത് AN ഷംസീർ അദ്ദേഹം സ്പീക്കറാകുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രസംഗമുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ മികച്ച പോരാളിയെ, ഞങ്ങളുടെ മെസ്സിയെ നിങ്ങൾ തൃപ്പൂണിത്തറയിൽ ചവിട്ടി വീഴ്ത്തി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ RSSുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ച മൂല്യവത്തമായ നിലപാട് അത് ഉറക്കെ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയ വഞ്ചനാത്മകമായ കൂട്ടുകെട്ടുണ്ടാക്കി നിങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ തൃപ്പൂണിത്തറയിൽ കേവലം 900 സംതിങ് വോട്ടിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എക്കാലവും ഇത്തരത്തിലുള്ള ചതിയുടെ രാഷ്ട്രീയം മാത്രമേ നിങ്ങൾക്കറിയാവൂ PM നിയാസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ പ്രസ്ഥാനവും ഇത് തന്നെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം PV അൻവറിനെ പോലെ, PV ഞങ്ങൾ സമ്മതിക്കുന്നു, കഴിഞ്ഞ 9 വർഷക്കാലവും കേരളത്തിലെ നിയമസഭയിൽ നിലമ്പൂരിൽ നിന്നുള്ള പ്രതിനിധിയായി PV അൻവറെ നിയോഗിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത് PV അൻവറിൻ്റെ രാഷ്ട്രീയ വഞ്ചന കൂടിയാണ്. PV അൻവർ യാതൊരുവിധ കാരണവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഈ പാർട്ടി നിന്നുകൊടുക്കില്ല, ഈ ഭരണകൂടം നിന്നുകൊടുക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം കളം വിട്ട് ചാടിയതും ഈ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് കളമൊരുക്കിയതും. എന്നിട്ടെന്തായി? ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപാദിച്ചതുപോലെ കറിവേപ്പില പോലെ പുറത്ത് കിടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പുറത്തുപോയ കറിവേപ്പിലയ്ക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെ ശക്തിയുണ്ടെന്ന്. ആ ശക്തി അദ്ദേഹം തെളിയിക്കട്ടെ. ഞാൻ അതിൻ്റെ ശക്തിയിലേക്കും കരുത്തിൻ്റെയും കാര്യത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അത് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞാൽ PV അൻവറിനെ ഞങ്ങൾ തിരിച്ചുൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞ വാക്ക് മാത്രമാണോ? അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയണ്ടേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ മാറ്റി പറയണ്ടേ? ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി നൽകാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ രാഷ്ട്രീയമായി വല്ലാത്ത നിലയിൽ ഒരു വളരെ അപകടകരമായ ചുഴിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമില്ല, നിങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടില്ല, നിങ്ങൾക്ക് സംഘടിതമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ തീരുമാനിക്കാനോ കഴിയുന്ന ഒരു ഫോറമില്ല. അത്തരത്തിലുള്ള വെറും മൂല്യച്യുതിയിൽ അകപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നു നിന്നുകൊണ്ട് എന്തും ഏതും വ്യക്തിപരമായി അധിക്ഷേപം നടത്തുക എന്നത് മാത്രമായി കോൺഗ്രസിൻ്റെ ഏതാനും ചില നേതാക്കളുടെ പ്രവർത്തന മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. ഇത് നിങ്ങളെ കൂടുതൽ താഴേറ്റ് കൊണ്ടുപോകുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സഖാവ് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം, ആ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഓളമുണ്ട്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, നിലമ്പൂരിലുണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഓളം കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടി നിലമ്പൂരിൽ ആഞ്ഞു വീശാൻ വേണ്ടി പോവുകയാണ്. നിലമ്പൂരിലെ മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന ആളുകൾ, ഗസയിലെയും അതുപോലെ തന്നെ ഏത് വിഷയമെടുത്താലും പാലസ്തീൻ വിഷയത്തിലുമൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമൊക്കെ എടുത്തിട്ടുള്ള സഖാവ് M സ്വരാജ് എടുത്തിട്ടുള്ള നിലപാടുകൾക്കുള്ള അംഗീകാരമായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് M സ്വരാജിനുണ്ടാകാൻ പോകുന്ന വിജയം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. നിങ്ങൾ ഇതിനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് വേണ്ടി ഇല്ലാവചനങ്ങൾ നെയ്തെടുത്തുകൊണ്ട് കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജോലിയാണ്, ഞാൻ ചോദ്യം പ്രത്യേകം ചോദിക്കുന്നില്ല. നിങ്ങളെയും മൈൻഡ് ചെയ്യുന്നില്ല. സുരേഷ് കുമാർ പറഞ്ഞതിനുള്ള മറുപടി നോക്കൂ ലാലേ, ഇവിടെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ നമ്മുടെ സുരേഷ് കുമാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട സുരേഷ് കുമാറെ, താങ്കൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് നിലപാടില്ല എന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വലിയ തമാശയായി തോന്നിയത്. താങ്കളുടെ പാർട്ടി ഇപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനോടൊപ്പം നടക്കുന്ന പശ്ചിമ ബംഗാളിലെ, അതായത് താങ്കളുടെ പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞാൽ താങ്കളുടെ പാർട്ടിയുടെ സ്വന്തമാണെന്ന് അവകാശപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാളിൽ നാദിയ ജില്ലയിൽ കാളിഗഞ്ച് എന്ന് പറയുന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുണ്ട്. അവിടെ കപിൽ ഉദിൽ ഷെയ്ഖാണ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. താങ്കളുടെ പാർട്ടിയുടെ നേതാവായ CPM വിമൽ ബോസ്, അതായത് LDFൻ്റെ ചെയർമാൻ, ആർക്കാ പിന്തുണ കൊടുത്തതെന്നറിയാമോ? അവിടെ നാദിയ ജില്ലയിൽ കാളിഗഞ്ച് സീറ്റിൽ
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആർക്കാണ് നിലപാടില്ലാത്തത്? ആർക്കാണ് പൊളിറ്റിക്കൽ? നിങ്ങൾ പറഞ്ഞു അത് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസിനെ അവിടെ പിന്തുണയ്ക്കുന്ന, അവിടെ നിന്നല്ല, തമിഴ്നാട്ടിൽ നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു, എല്ലാ സ്ഥലത്തും നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. ഇവിടെ പിണറായി സത്തിന് അവിടെ BJP-യുടെ ബി പാർട്ടിയായി ഇന്ന് പിണറായി. പക്ഷേ അവിടെ തൃണമൂൽ കോൺഗ്രസ് ആർക്കാണ് പിന്തുണ കൊടുത്തത് എന്നതുകൂടി PM നിയാസ് ഓർക്കണം. ആ തൃണമൂൽ കോൺഗ്രസ് നേതാവിനെയാണ് താങ്കൾ ഇവിടെ മുന്നണിക്കകത്തേക്ക് കൊണ്ടിരുന്നത്. നിങ്ങൾ കോൺഗ്രസ്സുകാർ ആർക്കാ വോട്ട് ചെയ്തത്? അല്ല, ആർക്കാ വോട്ട് ചെയ്തത്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, മധുര ലോക്സഭാ മണ്ഡലങ്ങളിൽ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത്? സുരേഷ്, ഇത് എന്റെ ചുമതല. ഇതിനൊരു മറുപടി നിങ്ങൾ പശ്ചിമ ബംഗാളിലെ ഇലക്ഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധുര, കോയമ്പത്തൂർ സീറ്റുകളിൽ നിങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ ആർക്കാണ് വോട്ട് ചെയ്തത്? ഞാൻ പറയാം. കോയമ്പത്തൂർ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ലാല് ചർച്ച നയിക്കുമ്പോൾ കോയമ്പത്തൂർ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഞാനിവിടെ വാട്സപ്പിൽ കാണിച്ചിരുന്നു. അത് വാട്സപ്പിൽ കാണിച്ചിരിക്കുന്ന കോയമ്പത്തൂർ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചാണ് അവിടെ ബാനർ ഇറക്കിയത്. പിണറായി വിജയൻ്റെ പടം വെച്ചിട്ടല്ല, അന്നത്തെ സീതാറാം യെച്ചൂരിയുടെ പടം വെച്ചിട്ടുമല്ല. അപ്പോൾ വോട്ട് കിട്ടാൻ, താങ്കൾക്ക് വോട്ട് കിട്ടാൻ താങ്കളുടെ പാർട്ടി ആകെ 3 എണ്ണമാണ് ഉള്ളത്. ആ 3 ആൾക്ക് ഇന്ന് ഞങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് ഒരു കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഉള്ള സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുള്ളത്. അപ്പൊ നിലപാടില്ലാത്ത പാർട്ടി, ഞാൻ പറയുന്നതാണ്, നിലപാടില്ലാത്ത പാർട്ടി കേരളത്തിൽ വന്ന് കോൺഗ്രസിനെ പിണറായിയുടെയും ഫോട്ടോ വെച്ച് തന്നെയാണ് ഇങ്ങനെ ബാലിശമാകരുത്, അല്പത്തരമാകരുത്. ഞാനത് കഴിഞ്ഞ തവണ കാണിച്ചതാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. താങ്കൾ ലാലിനെ ഞാൻ കഴിഞ്ഞ തവണ കാണിച്ചാണ്. ലാൽ അത് എന്റെ ഉത്തരം അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയാം. രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് ഞാൻ പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഉത്തരം കിട്ടാത്തപ്പോ കൊഞ്ഞനം കുത്തുന്നവരുടെ സ്ഥിരം ഗതികെട്ട രാഷ്ട്രീയമാണ്. ഗതികെട്ട രാഷ്ട്രീയമാണ് CPM കാണിക്കുന്ന ഗതികെട്ട രാഷ്ട്രീയമാണ് സുരേഷ് ബാബു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല. ഞാൻ രാഷ്ട്രീയ നിലപാടിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോൾ ഉണ്ടായിരുന്നു, കമൽനാഥിന്റെ റോൾ ഉണ്ടായിരുന്നു, ഹിമാചൽ മുഖ്യമന്ത്രിയുടെ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു കാര്യം പറയട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷമാണ്, BJPക്ക് ബദലെന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോയോ? കാരണം എന്താ? അവിടെ വോട്ട് പിടിക്കുമ്പോൾ BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിക്കേണ്ടി വരും. അങ്ങനെ പ്രസംഗിക്കേണ്ടി വന്നാൽ എൻ്റെ മകൾ കുടുങ്ങും, വീണാ വിജയൻ കുടുങ്ങും. അതിനുവേണ്ടി കേരളത്തിൽ ഒഴിച്ച് ഒറ്റ CPM സ്ഥാനാർത്ഥികൾക്ക് ഞാൻ പറയട്ടെ. സുരേഷ് ബാബു ഞാൻ പറയട്ടെ. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. എനിക്കൊരു ഒറ്റ ചോദ്യമാണ് നിയാസിനോട് ഇപ്പോൾ പറയാനുള്ളത്. സുരേഷ് നേരത്തെ പറഞ്ഞ കാര്യമാണ്, അത് അയോധ്യയിലേക്കുള്ള അയോധ്യ ക്ഷേത്രത്തിന്റെ പൂജയുമായി ബന്ധപ്പെട്ടുള്ള ക്ഷണത്തിൽ നിങ്ങൾ എടുത്ത നിലപാടിൽ നിന്ന് മാറി പ്രിയങ്ക ഗാന്ധിയും കമൽനാഥും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ പിന്നീട് എടുത്ത നിലപാടിനെ കുറിച്ച് ചോദിച്ചല്ലോ. അത് താങ്കൾ തൊടാതെ പോകുന്നത് എന്താണ്? എനിക്ക് ഇടവേളയ്ക്ക് മുമ്പ് അതിനൊരു ഉത്തരം കിട്ടുമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചല്ലോ. കേരളത്തിലെ പിണറായി വിജയൻ അത് നരേന്ദ്രമോദിയുടെ എതിരായി നിൽക്കുന്ന ഏറ്റവും വലിയ ജിഹയാണെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി, കേരളത്തിന് പുറത്ത് മത്സരിക്കുന്ന ഒരു CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് പിടിക്കാൻ പോയോ? കാരണം എന്താ? അവിടെയൊക്കെ നരേന്ദ്രമോദിക്കെതിരെ പറയാൻ ആർജവമില്ലാത്തത് സ്വന്തം മകൾ കുടുങ്ങുമെന്നുള്ളത് കൊണ്ടാണ്. താങ്കൾക്ക് കിട്ടിയ സമയത്ത് നിലമ്പൂരിൽ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ എല്ലാവരും ചോദിക്കില്ലേ, അയോധ്യയിൽ നിങ്ങളുടെ നേതാക്കൾ എടുത്ത നിലപാട് എന്താണെന്ന് LDF പറയുമ്പോൾ ചോദിക്കില്ലേ നിങ്ങളുടെ നേതാക്കളോട്? ഉത്തരം എന്താണ്? അതുകൂടി പറയൂ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. നിങ്ങൾ അങ്ങനെ ജാതി രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം നിങ്ങൾ ഈ നമ്മുടെ വടകരയിൽ കാണിച്ച് പോയല്ലോ. അവിടെ എന്താ 1.5 ലക്ഷത്തിനാണ് തോറ്റത്.
ശരി. അപ്പൊ അതിന് ഉത്തരമില്ല. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാണ് എന്നാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് അപകടമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിയാസ് അതിനോട് തൊടുന്നില്ല. ജാതി കാണിച്ച് മുന്നോട്ട് പോകാൻ നോക്കിയപ്പോ അവിടെ നിങ്ങൾക്ക് മറുപടി കിട്ടിയല്ലോ ലാലെ, കിട്ടിയല്ലോ. അല്ല അതായിക്കോട്ടെ, അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങളെടുത്ത നിലപാടിനെ കുറിച്ച് പറയണ്ടേ? നിങ്ങളെടുത്ത നിലപാടിലെ പ്രശ്നങ്ങൾ പറയണ്ടേ? നിങ്ങൾ ഒരു നിലപാടെടുക്കുകയും അയോധ്യയിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുക്കുകയും അതിന്റെ പൂജ വന്നപ്പോൾ, ക്ഷേത്രത്തിന്റെ പൂജ വന്ന സമയത്ത്, ശ്രീകോവിൽ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ നേതാക്കൾ എടുത്ത നിലപാട് എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ തയ്യാറാകണ്ടേ നിയാസ്? അതെന്തായാലും നിങ്ങൾക്ക് പറയാൻ ആകുന്നില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമായി പറയാം ലാലെ, നിങ്ങൾക്ക് ആവശ്യം കേരളത്തിലെ രാഷ്ട്രീയം പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. കേരളത്തിലെ 9 കൊല്ലത്തെ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ടാണ് സജീവനോട് ചോദ്യം ചോദിക്കാനുള്ളത്. സജീവൻ ദയവായി ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരണം. സജീവൻ നോക്കൂ, ഇത് ഇപ്പൊ രാഷ്ട്രീയമായി മാറിയിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അൻവർ ഒന്നുമല്ലാതായിരിക്കുന്നു. ഇപ്പോൾ LDF UDF സ്ട്രേറ്റ് ഫൈറ്റ് നടക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ ചർച്ചയിലേക്ക് വരാമോ അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഒരു സൂചന ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയിലും കാണാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ ചർച്ച വന്നാൽ കേരളത്തിലെ വികസന രാഷ്ട്രീയം വരും. എന്താണ് കേന്ദ്രത്തിലെ സർക്കാരിനോട് BJP-യോടുള്ള നയം എന്നുള്ളത് ചർച്ച ചെയ്യേണ്ടി വരും. ഇതൊക്കെ വരുമ്പോൾ ശരിക്കും ആർക്കാണ് മുൻതൂക്കം? തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ചയിൽ കണ്ടല്ലോ, നിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന അൻവർ എന്നുള്ള വാക്ക് പോലും പറയാതെ അൻവറിനെ മാറ്റിയിരുത്തിക്കൊണ്ട് മറ്റ് ദേശീയ രാഷ്ട്രീയം എവിടെയൊക്കെ കൂട്ടുകെട്ടിട്ടാക്കിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളാണല്ലോ പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ചർച്ചകളൊക്കെ സ്വാഭാവികമുണ്ട്. LDF വികസന രാഷ്ട്രീയത്തെ കുറിച്ച് പറയും, UDF അവരുടെ ഈ 9 വർഷക്കാലത്ത് അവർ കണക്കാക്കുന്ന പിണറായി വിരുദ്ധ കാര്യങ്ങൾ, അതായത് ഈ സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ച് പറയും. അത് ആ രാഷ്ട്രീയ തർക്കവും ആ രാഷ്ട്രീയ സംവാദവും നടക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തുള്ളൊരു കാര്യം, അതാണ് ഞാൻ പറയുന്നത്, അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഇതിനപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൽ ഒരു പങ്ക് അൻവറിനാണ്, മറ്റൊരു പങ്ക് മറ്റു ചില ആളുകൾക്കാണ്. അതാണ് ഇവിടെ നിർണായകമാകാൻ പോകുന്നത്. യെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോട് PM നിയാസ് താങ്കളുടെ ഒരു റിയാക്ഷൻ അതിനോട് വേണം. അതായത് ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV അൻവർ മുഖ്യമായുണ്ട്. സതീശൻ തോൽക്കേണ്ടത് കോൺഗ്രസിലെ ഒരു ഭാഗത്തിന് ആവശ്യമാണ്. ഇനി ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടെന്ന് പറഞ്ഞ് ഒരു ഐക്യമുണ്ടായാലും അവിടെ പ്രശ്നങ്ങളുണ്ട്. വരാൻ പോകുന്നത് വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ. നോക്കൂ ലാലെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആര്യാട് മുഹമ്മദ് അവിടെ 25 വർഷത്തിലേറെ നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കും അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വലുതും ചെറുതുമായ പാലങ്ങൾ, ജലവൈദ്യുതി, ആഢ്യൻപാറ ജലവൈദ്യുതി പദ്ധതി, വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ചത്, 9 വർഷക്കാലം നിങ്ങൾ ഉണ്ടായിട്ട് ഒരു ബൈപ്പാസ് അവിടെ അദ്ദേഹം 36 കോടി രൂപ ആരംഭിച്ച നിലമ്പൂർ ബൈപ്പാസ് ഒരു കൊട്ട മണ്ണ് പോലും ഇടാത്ത നിങ്ങളുടെ സ്ഥിതി, KSRTC ഇപ്പോൾ 9 വർഷമായിട്ട് തുറന്നു കൊടുക്കാത്തത്, മൈസൂർ ഊട്ടി ടൂറിസം കവാടം ഈസ്റ്റേൺ കോറിഡോർ പദ്ധതി അത് ഇല്ലാതാക്കിയ നിങ്ങളുടെ ഭരണത്തിൻ്റെ തകരാറുകൾ, 2016 തുടങ്ങിയ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ ഗവൺമെൻറ് കോളേജ് ഇപ്പോഴും വാടകക്കെട്ടത്തിലാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് സജീവൻ വിലയിരുത്തിയത്. നിങ്ങളുടെ ഒരു കാര്യം മനസ്സിലാക്കില്ലാലേ, ഞങ്ങളുടെ കൂട്ടത്തിലല്ല. അദ്ദേഹം LDFന്റെ MLA ആയി ജയിച്ച് അദ്ദേഹം രാജിവെച്ച് നിൽക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിൽ എത്തിയിട്ടില്ല. സതീഷിനെതിരെ വരുന്നത് സജീവൻ പറഞ്ഞത് ആരെ കുറിച്ചാണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളാണോ, മുന്നണിയിൽപ്പെട്ട ആളാണോ? അല്ലല്ലോ. അവസാനമായി ഇങ്ങനെ തന്നെയാണ് പറയാൻ സാധിക്കുക താങ്കൾക്ക് ഈ ഘട്ടത്തിൽ. ഇതാണ് ഉത്തരം. D സുരേഷ് കുമാർ, അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ വികസനം പറഞ്ഞ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകുമോ? ഒറ്റ മിനിറ്റ്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാത്ത കോൺഗ്രസ് അങ്ങേയറ്റത്തെ പിണറായി വിരുദ്ധത ഈ സമൂഹത്തിൽ കുത്തിനിറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം പിണറായി വിരുദ്ധത പറയുമോ അത്രമാത്രം ജനഹൃദയങ്ങളിലാണ് പിണറായിയുടെ സ്ഥാനമെന്നുള്ളത് നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞു. തുറന്ന് കേരളത്തിലെ ജനത വികസനത്തെക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ, നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ പടിയിറങ്ങുമ്പോൾ 5 ലക്ഷം
കിടക്കാടമില്ലാത്ത ആളുകൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകുന്നത്. UDFിൻ്റെ കാലത്ത് ഒരു ഭവന പദ്ധതി സ്വന്തമായി ഇല്ല എന്ന് നിയമസഭയിൽ അന്നത്തെ നിയമസഭാ ഉപനേതാവ് അദ്ദേഹം തന്നെ ഡോക്ടർ MK മുനീർ തന്നെ പറഞ്ഞെടുത്താണ് ഇന്ന് 5 ലക്ഷം ആളുകളെ സനാതരാക്കി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എണ്ണി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിലമ്പൂരിൽ ഈ കഴിഞ്ഞ 9 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ പ്രവർത്തനങ്ങളെ കാര്യമുണ്ട്. ആരാണോ ഈ പിണറായി വിജയനെതിരായി പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശക്തിയായി ഈ അടുത്ത കാലത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ആളുടെ ഗതിയാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി കണ്ടത്. അത് ജനങ്ങളും ആ മനുഷ്യൻ പറയുന്നത് പിണറായിക്കെതിരെ എന്ത് പറഞ്ഞാലും ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് തന്നെ ഇനി UDF ഏറ്റുപറയുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താകും UDFിൻ്റെയും സ്ഥിതി നിലമ്പൂരിൽ എന്നത് ആലോചിക്കേണ്ടി വരും. അത് വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് PM നിയാസ്, ഒപ്പം ശ്രീ ജേക്കബ് ജോർജ്, A. സജീവൻ.